എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയുകയാണ്, ഏറ്റവും പറ്റും ഞാൻ പറയാം, എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം. ഇതൊക്കെ ശരിയാട്ടോ സാർ. പിണറായി വിജയൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടിരിയണോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് G. സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്നും 100% ഒറ്റപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ ജനങ്ങൾ വളരെ കുറവാണ്. അതൊന്നും മനസ്സിലാക്കാനോ വിലയിരുത്താനോ നഷ്ടപ്പെട്ട ജനബന്ധനം കൊണ്ടുവരാനോ ഉള്ള ബൗദ്ധികമായ കഴിവോ കായികമായ ക്ഷമതയോ ഈ ജില്ലാ സെക്രട്ടറിയോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ ഇല്ല. ഞാൻ വികസനം നടത്തി എൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ തവണ MLA ആയിരുന്ന ആളിന് 11,000 വോട്ട് ജയിച്ചു. ആ എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 21,000 തോറ്റു. 11,000 ഞാൻ സഹായിച്ച് ജയിച്ചയാൾ എന്നോട് മത്സരിച്ചപ്പോൾ 21,000 തോറ്റപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ സഹായിച്ചുകൊണ്ട് മാത്രം ജയിച്ചെന്നല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വസ്തുതയായിരിക്കെ ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരിക്കും? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ചെയ്തു. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ കായികമായിട്ടല്ല. അങ്ങനെ കൈകാര്യം ചെയ്താൽ പക്ഷേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ കൊണ്ടുപോയാൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അതിനകത്തുള്ള പ്രൊവോക്കേറ്റർ അതിനെ നിർദ്ദേശിച്ച ആൾ പ്രതിയാവും. ഇത് വല്ലതും അറിയോ? നിയമം വല്ലതും അറിയോ? അപ്പോൾ എല്ലാ അബദ്ധങ്ങളാണ് കാണിക്കുന്നത്. ഈ പോക്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒറ്റ സീറ്റ് കിട്ടില്ല. എഴുതി വെച്ചോ. എന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിന് ഉത്തരവാദി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ആയിരിക്കും. എന്നെ കൈകാര്യം ചെയ്തോളൂ, എന്നാൽ CPM-നെ ജനം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട നേതാവാണ്. ജനപിന്തുണ തിരിച്ചു കൊണ്ടുവരാനുള്ള ബൗദ്ധിക ശേഷിയോ കായിക ശക്തിയോ ഇല്ലാത്തയാൾ. G. സുധാകരൻ എന്ന MLA ആലപ്പുഴയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയ മൊഴിയാണിത്. രഹസ്യമൊഴിയല്ല, പരസ്യമായി തന്നെയാണ് അദ്ദേഹം തനിക്കെന്തും സംഭവിക്കാം എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് നാസറിൻ്റെ പ്രശ്നം? സുധാകരൻ്റെ ആ വിശ്രമമില്ലാത്ത നാവും പഴയ CPM കഥകൾ അയവിറക്കലും തന്നെയാണ് നാസറിൻ്റെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ പ്രശ്നം. G. സുധാകരൻ തൻ്റെ സമീപനം മാറ്റിയില്ലെങ്കിൽ വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ഒരു അഴകുഴമ്പൻ നിലപാടെടുക്കുകയാണ് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. പൊതുവേദികളിലെ അധിക്ഷേപം G. സുധാകരൻ അവസാനിപ്പിക്കണം. ഇതാണ് നാസറിൻ്റെ പുതിയ ഭീഷണി. പാർട്ടിയെ പിന്തുണ ആക്രമിച്ചാൽ പ്രവർത്തകർ പ്രതികരിക്കുമെന്ന് നാസർ വീണ്ടും വീണ്ടും പറയുന്നു. ഇത് ഭീഷണിയല്ല, അങ്ങനെ സംഭവിക്കുമെന്ന് നാസർ വീണ്ടും തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ആർക്കും നിയന്ത്രിക്കാനാകില്ലെന്ന് നാസർ അങ്ങ് ഒരു ജാമ്യം എടുത്തിരിക്കുന്നു. അതുണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് സുധാകരനാണെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ ആ ഒരു മുന്നറിയിപ്പ്. ഇങ്ങനെ തന്നെ വേണം CPM ആയാൽ. ഭരണം പോയാൽ പിന്നെ ഭീഷണി വിരട്ടൽ. CPM-ൻ്റെ കണ്ണിലെ കനത്ത നീറുന്ന കരട് ആരാണെന്ന് ചോദിച്ചാൽ അത് വി.ഡി. സതീശനല്ല, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ MLA അല്ല, തളിപ്പറമ്പിലെ T.K. ഗോവിന്ദൻ MLA അല്ല, എന്തിന് K. സുധാകരൻ പോലുമല്ല. അത് ആലപ്പുഴയിലെ 63 വർഷം കമ്മ്യൂണിസ്റ്റായി തന്നെ ജീവിച്ച ഇടത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള തഴമ്പുള്ള G. സുധാകരൻ എന്ന ഇപ്പോഴത്തെ സ്വതന്ത്ര MLA തന്നെയാണ്. സുധാകരൻ UDF സ്വതന്ത്രനായി നിയമസഭയിൽ ഇരിക്കുമ്പോഴും ഓരോ വിഷയങ്ങളിലും പറയുന്നുണ്ട് താൻ ഭരണകക്ഷി MLA അല്ല, പ്രതിപക്ഷത്ത് ഒട്ടുമേ ചെന്നെത്തിപ്പെടില്ലെന്ന്. സുധാകരൻ ഇപ്പോൾ അപ്രിയ സത്യങ്ങൾ CPM-നെതിരെ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെയാണ് സുധാകരനെ CPM നേതാക്കൾ ഇപ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിരിക്കുന്നത്. ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് അത്ര നിസ്സാര കാര്യവുമല്ല. രാഷ്ട്രീയ മര്യാദ എന്നൊരെണ്ണം തൊട്ട് തീണ്ടിട്ടില്ല ആലപ്പുഴയിലെ CPM അണികൾക്കെന്ന് വിഷയം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ചെറ്റ എന്നവരെ വിളിച്ചതിൽ മനം നൊന്ത് പാർട്ടി വിട്ട സുധാകരൻ പക്ഷേ പിണറായി വിജയനോട് അങ്ങനെ വിളിച്ചതിൽ അധിക നീരസമൊന്നും കാട്ടിയതുമില്ല.
താൻ ചെറ്റക്കുടിലാണ് താമസിച്ചിരുന്നതെന്നും അതിനാൽ അങ്ങനെ ജീവിക്കുന്നവർക്കൊക്കെ ആ ഒരു പേര്, ആ ഒരു വിളി അഭിമാനമാണെന്നും സുധാകരൻ തിരിച്ചു കുത്തിയപ്പോൾ നാവടഞ്ഞു പോയത് പാർട്ടിക്കും പിണറായി വിജയനുമാണ്. എന്നാൽ സുധാകരനെ പിന്തുടർന്ന് വേട്ടയിടാൻ തന്നെയാണ് CPM-ന്റെ ഇപ്പോഴത്തെ തീരുമാനം. ആലപ്പുഴയിൽ ശനിയാഴ്ച ജി സുധാകരൻ MLA-യുടെ ഓഫീസിലേക്ക് CPM ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ സുധാകരൻ വർഗവഞ്ചകനാണെന്നും ആ സമീപനം തുടർന്നാൽ കൈകാര്യം ചെയ്യുമെന്നുമാണ് നാസർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അതിനോടുള്ള പ്രതികരണമായിരുന്നു തന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ അതൊരു ഉത്തരവാദി CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ തന്നെയായിരിക്കുമെന്ന് സുധാകരൻ അച്ചട്ടായി പറഞ്ഞത്. തന്നെ കൈകാര്യം ചെയ്തോളൂ, എന്നാൽ CPM-നെ ജനം കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞ സുധാകരനോട് കൊമ്പ് കോർക്കാനാണ് ഇപ്പോൾ CPM-ന്റെ നീക്കം. ഇവിടെ പ്രവർത്തിക്കാൻ CPM-ന്റെ സമ്മതം വേണോ എന്നാണ് ജി സുധാകരൻ്റെ ചോദ്യം. തനിക്ക് 28,000 വോട്ടാണ് ഭൂരിപക്ഷമെന്ന് പറഞ്ഞതിന് ബദലായി അവർ പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് 1.5 ലക്ഷം ഭൂരിപക്ഷം ഇല്ലേ എന്നായിരുന്നു. നാണക്കേട് മറയ്ക്കാൻ മലപ്പുറത്ത് ജയിച്ച കുഞ്ഞാലിക്കുട്ടിയെ ഇവിടെ ആലപ്പുഴയിലേക്ക് പിടിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് സുധാകരൻ ചോദിക്കുമ്പോൾ ഉത്തരമില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ടർമാരാണോ മലപ്പുറത്ത് ഉള്ള വോട്ടർമാരാണോ അമ്പലപ്പുഴയിൽ തന്നെ ജയിപ്പിച്ചതെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. പോലീസിനെയും ജി സുധാകരൻ അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമല്ല. ഭരണം മാറിയത് അറിഞ്ഞില്ലേ ആലപ്പുഴ പോലീസ് എന്നാണ് സുധാകരൻ ചോദിച്ചത്. കാരണം CPM മാർച്ചിന് പോലീസും കൂട്ടുനിന്നെന്ന് ജി സുധാകരൻ വ്യക്തമായി ആരോപിക്കുന്നു. ഭരണം മാറിയത് ആലപ്പുഴയിലെ പോലീസ് അറിഞ്ഞിട്ടില്ല. പോലീസ് ആരോടും മമതയും വിരോധവും കാണിക്കേണ്ടതില്ല, തന്നോട് പോലും കാണിക്കേണ്ട. പക്ഷേ അവരവരുടെ ജോലി ചെയ്യണം. പക്ഷേ ഇവർ CPM-ന്റെ തൻ്റെ ഓഫീസിലേക്കുള്ള മാർച്ചിന് എല്ലാവിധ സഹായങ്ങളും ഒത്താശയും ചെയ്തു കൊടുക്കുകയെന്ന് സുധാകരൻ ആരോപിക്കുന്നു. അപ്പോൾ ജി സുധാകരനെ പിണക്കിയത് CPM-ന് വൻ വിനയം മാറി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. അത് സത്യമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല മറ്റ് പല ജില്ലകളിലും ജി സുധാകരൻ ഇഫക്റ്റ് അവിടെ പടർന്നു പിടിച്ചു. UDF-ന് പോലും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ ജി സുധാകരന് പിന്തുണ നൽകേണ്ടി വന്നു എന്നോർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജനപിന്തുണ, ജനകീയ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ജി സുധാകരനെ പിന്തുടർന്ന് വേട്ടയാടുന്ന CPM-ന്റെ തോറ്റിട്ടും ജി സുധാകരനെതിരെ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റിട്ട് പോലും അവിടെ പാർട്ടി തോറ്റ് തുന്നം പാടിയിട്ട് പോലും ജയിച്ച MLA എന്ന ജി സുധാകരനെ എങ്ങനെയും ഒതുക്കാനുള്ള ആ ഒരു ശ്രമം അത് ജനങ്ങളുടെ മുന്നിൽ നാണക്കേടായി മാറിയെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല.